കേട്ടോ. ഏ മരണം അടുക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെന്ന് ചാടാൻ നോക്കി. എൻ്റെ മുന്നിൽ തന്നെ നീ വന്ന് പെട്ടല്ലോ. ചാത്തൻ സേവ ചെയ്യുന്ന ആളിൻ്റെ മുന്നിൽ തന്നെ നീ വന്ന് പെട്ടല്ലോ. നിന്റെ വീട്ടിലിനി നടക്കാൻ പോണോ എന്തെന്ന് നീ കാണ് കേട്ടോ. നീ എഴുതിയിട എല്ലായിടത്തും. നീ പിന്നെ ചാത്തൻ സേവ നടത്തുന്ന എന്നോടൊക്കെയുള്ള കളി കളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഊക്കിന് കൊടുക്കാൻ നമുക്കറിയാം. വീട്ടിലുള്ളവർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും വരുത്തും മഹാരോഗങ്ങൾ. ആ പരിപാടിയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് എന്നെ വരട്ടാൻ നോക്കണം. എന്നെ നിനക്ക് അറിയില്ല. അതുകൊണ്ട് ചിരിച്ചതാണ് കൊലച്ചിരി. നിന്റെ മരണം അടുത്തെന്നുള്ളതിൻ്റെ ചിരി. ഞാൻ ഈ കൊലച്ചിരി ചിരിച്ച് പലരെയും നോക്കി ഞാൻ നമസ്കാരം. സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ പേടിച്ച് കൂറിയാണ് ഇരിക്കുന്നത്. സൈക്കോസിന്റെ മാരക വർഷം കണ്ട് ഞാൻ പേടിച്ചിരിക്കുകയാണ്. അതായത് ചാത്തൻ സേവ ബിന്ദു ഹരികൃഷ്ണ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് പലർക്കും ഈ ഒരു ത്രെട്ടനിങ് പോകുന്നുണ്ട്. അതായത് ഞാൻ അറിഞ്ഞത് ഇവരെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് ഏതോ ഒരു ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പിൽ എന്തോ അംഗമാണെന്നാണ് അറിയുന്നത്. എനിക്കറിയത്തില്ല. ഓക്കെ. അപ്പോ ഇന്ന് രാവിലെ 1-2 പേര് എനിക്ക് ഒരു സ്ക്രീൻഷോട്ട് അയച്ചു തരുന്നു. അതായത് അതിനകത്ത് ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ലിങ്ക് ആണ് കേട്ടോ. ആ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. അതായത് ആ ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്, കംപ്ലൈന്റ് രജിസ്റ്റേർഡ് വിത്ത് റെഫറൽ നമ്പർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സാധനം. അപ്പൊ അതിലൊരു ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഞാനത് സെർച്ച് ചെയ്ത് നോക്കില്ല, അതൊരു ഫേക്ക് പിന്നെ ലിങ്കാണ്. അതിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വേണോ നമ്മുടെ ഫോണിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ലിങ്കാണ്. ഓക്കെ. ഇതൊന്ന് സാധനം രാവിലെ ഞാനിത് കേട്ടു. ഇന്ന് കുറച്ചു മുമ്പേ നമ്മുടെ സുഹൃത്ത് എനിക്കൊരു വോയിസ് അയച്ചു തന്നു. വേറൊരു കക്ഷിയുടെ വോയിസ് ആണ്. അതിനകത്ത് എൻ്റെ അമ്മയെ ഞാൻ ഇത് ചിരിക്കാനും കൊണ്ട് ഇത് എന്തോന്ന് ഇത്രയും ഈ പറയുന്ന ഇത് ഞാൻ ആ വോയിസ് കേൾപ്പിക്കാം. ഏതാണ്ട് 9 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു വോയിസ് ആണ് കേട്ടോ. ആ വോയിസിൽ ഇവരിങ്ങനെ ഇവരെ ചിരിയൊക്കെ കാണുമ്പോൾ ഞാൻ എന്തോന്ന് ഇത് നമ്മുടെ ഈ സിനിമയിലൊക്കെ കാണുന്ന, അതായത് ഞാൻ ഈ പറയുന്ന ചാത്തൻ സേവ ചെയ്യുന്ന ആളാണ്. നീ പുഴുത്ത് നിന്റെ മോളും നിന്റെ മക്കളും നാളെ തൊട്ട് ചാവാൻ തുടങ്ങും, നീ ചത്തു തുടങ്ങും എന്ന് തുടങ്ങിയ ഒരു വോയിസ്. സത്യം പറയാൻ ബിന്ദു ചേച്ചി, ഞാൻ എന്നിട്ട് അവരെ പ്രൊഫൈലിൽ കയറി നോക്കിയപ്പോ ഇവര് ഈ പറയുന്ന കുറെ ദൈവങ്ങളുടെ ഫോട്ടോയും സംഭവമൊക്കെ ഇട്ടിട്ടുണ്ട്. കുറെ ഏതോ ഒരു ഹെർബൽ പ്രൊഡക്റ്റ് ഇങ്ങനെ വിൽക്കുന്നുണ്ട്. അതുമല്ല ഈ രേണുസുതിക്കെതിരായിട്ട് വീഡിയോ ഇട്ടവരെ എല്ലാരെയും ഫോട്ടോ എടുത്ത് വെച്ചിട്ട് പൂരെ തെറി വിളിച്ച് അതിനകത്ത് ഇട്ടുന്നുണ്ട്. അതിലെ നിന്നെ വിളിക്കാൻ പോകുന്നത് ഞാൻ വിളിക്കുക, നിന്നെ കുറിച്ച് നിന്റെ വീഡിയോ എടുത്തിട്ട് പൂരെ തെറിയെ വിളിച്ച് അടർത്തിയിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് ആദ്യം ആ വോയിസ് കേൾക്കും. നിങ്ങൾ കേൾക്കണം. നിങ്ങൾ ഈ വോയിസ് കേട്ട് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തീരുന്നത് വരെ സ്കിപ്പ് ചെയ്യാൻ തോന്നില്ല. ചിരിക്കാൻ കുറെ ഉണ്ട് എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു പോയി. നാളെ ഈ ബിന്ദു ചേച്ചിനി എനിക്കെതിരെ ഇന്ന് വൈകുന്നേരം ഇന്ന് പൂജ ചെയ്യുമോന്ന് തരി, എന്റെ കുടുംബം മുടിഞ്ഞു പോട്ടടാ എന്ന് പറഞ്ഞ് പൂജ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കുഴപ്പമില്ല, എനിക്ക് പേടി ഉണ്ടെങ്കിലും കുഴപ്പമില്ല ചേച്ചി, ഞാൻ ചെയ്യാം. ഓക്കെ. എന്തായാലും നമുക്ക് ആ വോയിസ് ഒന്ന് കേൾക്കാം. ഇത് ഇവർക്ക് മാത്രമേ എനിക്ക് അറിയാൻ കഴിയുന്നത്. എല്ലാവരും ഇതിലിപ്പോ ഈ പറയുന്ന കമന്റ് ബോക്സിലും പോയി ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി എന്റെ കമന്റ് ബോക്സ് നോക്കണം, അല്ലാണ്ട് കിടക്കണമെന്ന് അറിയില്ല. ഞാൻ നോക്കാറില്ല കമന്റ് ബോക്സ്, അതുകൊണ്ട് അറിയത്തില്ല. ഇത് ഫേസ്ബുക്കിന്റെ. ഓക്കെ, നമുക്ക് നോക്കാം. രേണു നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷം ചെയ്തോ? ഇല്ല. നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെ വന്ന് ആരെങ്കിലും ഉപദ്രവിക്കുകയോ നിങ്ങളെ അടിക്കുകയോ ചെയ്തു. പക്ഷെ അവർ മരിക്കുന്നതിന് മുമ്പ് ഒരു ശാപം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ചില ആളുകൾ മരിക്കുന്നതിന് മുമ്പ് ശപിച്ചു കഴിഞ്ഞാൽ അത് ഏക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അത് അവർ കൃത്യം കൊണ്ടിരിക്കും. അതിപ്പോൾ ഇന്നലെ എങ്ങാണ്ട് ഒരു വീഡിയോയിൽ എങ്ങാണ്ട് അവർ പറയുന്നുണ്ട്, അവരെന്തായാലും അധികം ഇല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇല്ല, അവര് മരിക്കുന്നതിന് മുമ്പ് ഒരു ശാപം, അതായത് ഇവര് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ രേണു ഉടനെ മരിക്കും എന്നാ പറയുന്നത്. രേണു ഉടനെ മരിക്കും. അതിനിപ്പോ ശപിച്ചിട്ടേ പോകുള്ളൂ. അവരെല്ലാരും ശാപവാക്കുകൾ കേൾക്കേണ്ടി വരുമെന്നാ പറയുന്നത്. പിന്നെ നമ്മൾ അവർക്ക് വേണ്ടി പൂജ ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. അത് അവർക്കൊരു മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയാണ്. ക്യാൻസർ വന്നവരാരും അധികകാലം 100 വയസ്സ് വരെയൊന്നും ജീവിച്ചിരിക്കില്ല എന്നുള്ള കാര്യം എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ഇപ്പം നിങ്ങൾ ആണായാലും പെണ്ണായാലും അതിനായിട്ട് ഈ സ്ത്രീ മരിക്കണമെന്ന് ആഗ്രഹിക്കും. ഒന്നുകിൽ നാളെ നിങ്ങൾക്കൊരു ബ്രസ്റ്റ് ക്യാൻസർ, പെണ്ണാണെങ്കിൽ ഒരു യൂട്രസ് ക്യാൻസറോ ഒരു ബ്രസ്റ്റ് ക്യാൻസറോ വരാം. ഇല്ലെങ്കിൽ ആണാണെങ്കിൽ ഒരു പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാം. ഇല്ലെങ്കിൽ ഒരു കോളോൺ ക്യാൻസർ വന്നാലും മതി. എന്തായാലും വന്നിരിക്കുമെന്നുള്ള കാര്യം ഉറപ്പ്. ഈ കർമ്മ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് ശരിക്കും തീർച്ചയായിട്ടും അത് നമ്മളെ എഫക്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. നമ്മൾ എങ്ങനത്തെ കർമ്മമാണോ ചെയ്യുന്നത് അതിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാം. ആദ്യം ഒരു ജെനുവിൻ പ്രൊഫൈൽ
ഓക്കെ, ഇത് ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അവർക്ക് വേണ്ടി പൂജ ചെയ്യും കാര്യങ്ങളൊക്കെ നല്ല നല്ല കാര്യം. രേണുവിന് വേണ്ടി പൂജ ചെയ്യുന്നതിനൊരു പ്രശ്നമില്ല. കർമ്മ എന്ന് പറഞ്ഞാൽ തിരിച്ചടിക്കും, കർമ്മ എന്ന് പറഞ്ഞത് കിട്ടും. അവർ ചാവണതിന് മുമ്പ് നിങ്ങളെല്ലാം പ്രാഗിട്ട് പോകും, നിങ്ങൾക്കെല്ലാം അത് തിരിച്ചു കിട്ടും. ഇവിടെയൊന്നും എനിക്ക് വലിയ വിഷയമൊന്നുമില്ല. ഈ രേണു സുധിക്ക് കിട്ടിയത് കർമ്മ എന്നാണോ പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ചിലപ്പോൾ ആയിരിക്കും അല്ലേ. ഓക്കെ, നിങ്ങൾ സംസാരിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അവരുടെ ആ ഒരു ശാപം ഉണ്ടല്ലോ, 2 ദിവസം ഇന്നലെയും കണ്ട ഒരു വീഡിയോ ഞാൻ കണ്ടു. അതിനകത്ത് അവർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, അവരെ ഈ രീതിയിൽ ഓൺലൈനിൽ അവരെ മാനസികമായി വിഷമിപ്പിച്ച എല്ലാവർക്കും അവരുടെ ശാപം ഉണ്ടാവും എന്നുള്ള കാര്യം. അത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഏക്കേണ്ടത് ഇപ്പം അതൊക്കെ ഒരു ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശാപം ഏക്കാതെ ഒന്നും ഇരിക്കില്ല. ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് ശപിച്ചുകൊണ്ട് മരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ 7 തലമുറകളെ 1, 2 അല്ല 7 തലമുറകളെ ആയിരിക്കും എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾ ഏത് മതവിശ്വാസത്തിൽപ്പെടുന്ന ആളാണെങ്കിലും ഓർത്തിരുന്നു, നിങ്ങൾ എണ്ണിയിരുന്നു. ഞാൻ നിങ്ങളെ ശപിക്കുന്നു. ഞാൻ ആര് ശപിക്കുക? ഞാനൊന്നുമല്ല, ആ സ്ത്രീയുടെ ശാപമായിരിക്കും നിങ്ങൾക്ക് കേൾക്കാൻ പോകുന്നത്. കാര്യം നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ അച്ഛനെയോ അമ്മയെയോ നിങ്ങളുടെ മകനെയോ അവർ കൊന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതിന് കാര്യമുണ്ടെന്നല്ലോ. അവർ നിങ്ങൾക്ക് എന്ത് ദ്രോഹമാണ് ചെയ്തത്? ഞാനിവിടെ അവർക്ക് വേണ്ടി പൂജ ചെയ്ത്. പിന്നെ ഇതിനകത്ത് ഒരാൾക്ക് കൊടുത്തൊരു വീഡിയോ, ഇതിനകത്ത് ഈ ഈ ഇങ്ങനെ പറയുന്ന ആൾ കുറെ മറുപടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ മറുപടിയൊക്കെ ഞാൻ അവിടെ വെക്കുന്നില്ല. അവർ കുറെ പറയുന്നുണ്ട്, ഇത് ഈ പറയുന്ന രേണുവിന് കിട്ടിയത് ശാപമാണോ, കർമ്മയുടെ ഫലമാണോ കിട്ടിയത്, ഞാനത് സഹിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കുറെ സാധനങ്ങൾ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തണ്ടല്ലോ എന്ന് കരുതി ഞാനത് വെക്കുന്നില്ല. എൻ്റെ അപ്പച്ച, നീ എൻ്റെ ഈ ഒരു അക്കൗണ്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. എനിക്ക് ഇതുപോലത്തെ 8 അക്കൗണ്ടുകളുണ്ട്. ഞാനും തിരിച്ച് കൊടുക്കുന്നത് തന്നെ ഉണ്ട്. 8 അക്കൗണ്ടുകളിൽ നിന്നാണ് അടിക്കുന്നത്. അത് മാത്രമല്ല 8 അക്കൗണ്ട് മാത്രമേ ഇനിയും ക്രിയേറ്റ് ചെയ്തോ. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് 8 അക്കൗണ്ടുകളിൽ. ഇൻസ്റ്റയിൽ തന്നെ എനിക്കൊരു 12 അക്കൗണ്ട് ഉണ്ട്. ഫേസ്ബുക്കിൽ ഇപ്പോൾ തൽക്കാലം 8 ഉള്ളൂ. അത് കുറച്ചും കൂടെ ഒരു വിപുലീകരിക്കാനായിട്ടാണ് ഞാൻ നോക്കുന്നത്. കാര്യം നിന്നെപ്പോലെയുള്ള ചാവാളി താവളിപ്പട്ടികളെ ഇതുപോലെ തെറി കൊടുക്കണ്ടേ. ഞാനിപ്പോൾ ഇവിടെ തെറി അല്ല, ഈ പറയുന്നത് തെറിയൊക്കെ മോശമാണ്. ദൈവത്തിനെയൊക്കെ പൂജിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് താങ്കൾ പറയുന്നത്. അപ്പൊ ഇവിടെ വന്ന് ഇങ്ങനെ തെറി വിളിക്കുന്നത് മോശമാണ് ദേവി. തെറി ഞാൻ അവിടെയാണ് കൊടുക്കണം. ഞാൻ ഇപ്പം നീ പറഞ്ഞില്ലേ പിച്ചപാത്രത്തിൽ കൊടുക്കണം, അത് തന്നെയാണ് ഞാനും ചെയ്യണത്. പക്ഷെ ഞാൻ ജെനുവിൻ അക്കൗണ്ടിലാണ് രേണു സുധിയിലേക്ക് എഴുതുന്നത്. പക്ഷെ വേറെ ചില അക്കൗണ്ടിൽ നിന്ന് എഴുതാറുണ്ട്. അത് അവിടെ തെറി വിളിക്കുന്ന ആളുകൾക്ക് കൊടുക്കും. പിന്നെ പൊന്നുമോ അപ്പച്ചൻ പറയണ പോലെ അവർ ചെയ്തത് തെറ്റാണോ ശരിയാണോ? അത് തെറ്റ് തന്നെയാണ്. അത് ആര് പറഞ്ഞാൽ ഇതുപോലെ പല അവന്മാരും എന്നോട് ചോദിച്ച കാര്യമാണ്, അവൾ ചെയ്തത് ശരിയാണോ? ഞാൻ 101% തെറ്റാണ്. പക്ഷേ ഇപ്പം മരിക്കാൻ കിടക്കുന്ന ഒരു വ്യക്തിയോട് സഹതാപം. നിനക്ക് പിന്നെ ദൈവവിശ്വാസം ഇല്ലാത്തതിന് ഞാൻ എന്നാ ചെയ്യാനാ? വന്നോളും. ഞാൻ പറഞ്ഞല്ലോ ഉണ്ടക്കണ്ണേ, വന്നോളും. ആണും പെണ്ണും കെട്ടവരാണ് ഈ വക പരിപാടിക്ക് ഇറങ്ങുന്നേ, ഈ ഫേക്ക് അക്കൗണ്ടിൽ നിന്നുള്ള പരിപാടി. അതൊക്കെ കുഴപ്പമില്ല, ഞാനും അത് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ചേരും. അതുകൊണ്ട് എഴുതി ബുദ്ധിമുട്ടണമെന്നില്ല. പെണ്ണല്ല ആണാണെന്ന് നന്നായിട്ട് മനസ്സിലായി. അതുകൊണ്ടാണ് പെണ്ണുങ്ങളല്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി, ആണാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് കൂടുതൽ മെഴുകേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ എൻ്റെ പ്രാർത്ഥന നടക്കുമോ ഇല്ലെന്ന് നീ പറയേണ്ട ആവശ്യമില്ല. അത് എനിക്കറിയാം. എൻ്റെ പ്രാർത്ഥനയും പൂജയും കർമ്മവും നടക്കും. ഞാൻ ചാത്തൻ സേവയും ചെയ്യുന്ന വ്യക്തിയാണ്. ചാത്തൻ സേവ ചെയ്യാറുണ്ട്. സാത്വികമൂർത്തിയായിട്ട് തന്നെയാണ് ചാത്തനെ ആരാധിക്കുന്നത്. ഇങ്ങനെ കേൾക്കൂല എന്നൊന്നും പറയണ്ട. ഏക്കണ്ടടുത്ത് നല്ല രീതിയിൽ ഏൽപ്പിക്കാൻ എനിക്കറിയാം. ചാത്തൻ സേവ ചെയ്യുന്ന വ്യക്തിയാണ്. പേടിച്ചു അമ്മേണ ചാത്തൻ സേവ ഏക്കുന്ന പറയണ കേട്ടോ. ഇതൊന്നും അല്ലടേ, ഇതൊന്നും ഒന്നും ആയില്ല. നിങ്ങൾ വെയിറ്റ് സ്കിപ്പ് ചെയ്ത് പോകരുത് ഇനി എന്റെ കേൾക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് രവിതാമനോ, ഇത് രവിതയല്ല രവി ആയിരിക്കാം. അതുകൊണ്ടാണ് ഇത്രയൊക്കെ എഴുതിയെന്ന് എനിക്ക് മനസ്സിലായി. ഒന്ന് ശബ്ദം കേൾക്കാനായിട്ട് കുതിച്ചിരുന്നു കേട്ടോ. ഇത്രയും ഇങ്ങനെ ഫേക്ക് അക്കൗണ്ട്, ജെനുവിൻ അക്കൗണ്ട് ആണാണെങ്കിൽ ജെനുവിൻ അക്കൗണ്ടിൽ നിന്ന് എന്നോട് സംസാരിക്കും. എനിക്കും ഇതുപോലെ 7 അക്കൗണ്ടുകൾ ഞാൻ പറഞ്ഞല്ലോ. ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊരു 10-16 അക്കൗണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് ഇതിന് വേണ്ടി തന്നെയായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്, മറുപടി കൊടുക്കാൻ. സത്യമായിട്ട് ഞാൻ പറയാം, നിങ്ങളങ്ങനെ ചെയ്യുമോ? നിങ്ങളൊരു വലിയ ബിസിനസ്സുകാരിയല്ലേ? ഞാൻ ബിസിനസ്സുകാരിയാണ്, അതേസമയത്ത് ഗുണ്ടയാവേണ്ടടുത്ത് ഗുണ്ടയാവാനും എനിക്കറിയാം. അപ്പം അതുകൊണ്ട് എന്നെ എനിക്കിതിലൊന്നും വിശ്വാസമില്ല എന്ന് പറഞ്ഞ് മെഴുകാൻ നിൽക്കണ്ട. നിനക്ക് കിട്ടാനുള്ളത് വഴിക്ക് കിട്ടിക്കോളും. പിന്നെ ചാത്തൻ സേവ നടത്തുന്ന എന്നോടൊക്കെയുള്ള കളി കളിച്ച് കഴിഞ്ഞാൽ ഊക്കിന് കൊടുക്കാൻ നമുക്കറിയാം. വീട്ടിലുള്ളവർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും വരുത്തും മഹാരോഗങ്ങൾ. ആ പരിപാടിയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് എന്നെ വരട്ടാൻ നോക്കണം. എന്നെ നിനക്ക് അറിയില്ല. അതുകൊണ്ട് ചിരി കണ്ട
ഞാൻ ഏതോ ഒരു സിനിമയിൽ ഇതുപോലെ പണ്ടത്തെ സിനിമയിൽ, ഇപ്പോഴത്തെ പ്രേതങ്ങൾക്ക് ഈ ചിരിയല്ല, പണ്ടത്തെ സിനിമയിലാണ് ഈ ഒരു ചിരി കണ്ടിട്ടുള്ളത്. സീമയും മറ്റവരൊക്കെ അയ്യോ എനിക്ക് കിട്ടുന്നില്ല. അവർ കൃത്യമായിട്ട് പറയുന്നത് വല്ല പ്രേതം കയറിയ നാളാണോ ചിരിയുടെ ഈ ചിരി തീർന്നില്ല, ഇനിയുണ്ട്. വെയിറ്റ് ജസ്റ്റ് വെയിറ്റ് ആൻഡ് നിനക്കുള്ള ആപ്പ് ഞാൻ ഇന്ന് സന്ധ്യക്ക് വിളക്ക് വെക്കുമ്പോൾ ചാത്തിന് വെക്കുന്നുണ്ട്. എങ്ങനെ നമുക്ക് വിശ്വാസം ഉണ്ടോ എന്ന് കാണാം, ഇല്ലയോ എന്ന് കാണാം. എങ്ങനെ എഫക്റ്റ് ചെയ്യുമെന്നൊന്ന് കാണട്ടെ ഞാൻ. ഇന്ന് വെള്ളിയാഴ്ചയും കൂടെയാണ്. വിളക്ക് വെക്കുമ്പോൾ നിനക്കുള്ള ആപ്പ് ഞാൻ പണിയാം കേട്ടോ. മരണം അടുക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെന്ന് ചാടാൻ നോക്കി. എൻ്റെ മുന്നിൽ തന്നെ നീ വന്ന് പെട്ടല്ലോ. ചാത്തൻ സേവ ചെയ്യുന്ന ആളിൻ്റെ മുന്നിൽ തന്നെ നീ വന്ന് പെട്ടല്ലോ. നിന്റെ വീട്ടിൽ ഇനി നടക്കാൻ പോണ എന്തെന്ന് നീ കാണും കേട്ടോ. നീ എഴുതിയിട എല്ലായിടത്തും. നീ എൻ്റെ വോയിസ് റെക്കോർഡിങ്സ് എല്ലായിടത്തും അയക്കും. ഞാൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. എൻ്റെ പേര പണി എന്താണെന്ന്, ചാത്തൻ സേവ. നിന്നെപ്പോലെ ശരീരം വിറ്റ് ജീവിക്കുകയല്ല ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഹിജടേ, നിന്റെ വീട്ടിൽ നടക്കാൻ പോണ മരണം എനിക്ക് ഇപ്പോഴേ കാണാം. നിന്റെ കുടുംബം തീർന്ന്. ഇന്ന് ഞാൻ വെക്കുന്നുണ്ട് പൂജ. നിനക്കുള്ളത് പണി. നീ രവിതാ മനോജാണോ, കുവിതാ മനോജാണോ, രവിയാണോ, ഊക്കിന് ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഊക്കിന് കൊള്ളുന്ന രീതിയിൽ. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ കേട്ടാ. ചാത്തൻ ബാക്കി പണി തന്നോളും. നിന്നെപ്പോലെയുള്ളവന്മാരെയൊക്കെ അടക്കേണ്ടത് എങ്ങനെയെന്ന് എനിക്കറിയാം കേട്ടോ. അധികം കിടന്ന് മെഴുകല്ലേ. മനസ്സിലായ പറഞ്ഞു പറഞ്ഞ ഞാൻ ചാത്തൻ സേവന ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഞാൻ പൂജ ചെയ്യും. എന്നിട്ടൊരു ചിരി, നിന്റെ കുഞ്ഞ് നിന്റെ വീട്ടിൽ ഉടനെ മരണം നടക്കും. നീ സത്യം പറഞ്ഞ വിധു ചേച്ചി, ഞാൻ പേടിച്ച് തൂറിയിരിക്കുകയാണ്. നാളെ എന്റെ പേരിൽ ഇവരിന് ചാത്തൻ സേവ ചെയ്യുമെന്ന് തരും. കർത്താവേ, ബാക്കി കേൾക്കാം. നീ സംസാരിക്കാൻ തന്നെ പേടിയാവുന്നു. നിനക്ക് വരുന്നത് ക്യാൻസർ അല്ല, കൈയും കാലും എല്ലാം മുറിഞ്ഞ് ഒരു പുഴു എഴയണ പോലെ അഴുകി പുഴുത്ത് വീട്ടിൽ കിടക്കുന്ന വീട്ടുകാരുടെ എല്ലാവരുടെയും കുത്തുവാക്കും കേട്ടി. ഇപ്പം രേണുവിനെ പറയുന്നില്ലേ, അത് നീ അനുഭവിക്കും. കൈയും കാലും നഷ്ടപ്പെട്ട് പുഴു നൊച്ചണ പോലെ പുഴു ശരീരത്തു നിന്ന് ഛർദ്ദിച്ച് വരും. നീ ജസ്റ്റ് കണ്ടു. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഒരു സുരേഷ് ഗോപി ഡയലോഗ്, ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. നീ പുഴുത്ത് എന്തൊക്കെ തീർന്നില്ല. കൊല്ലത്തിനകം ഞാൻ ഇന്ന് ചെയ്യാൻ പോണ പൂജ നിനക്ക് ഏറ്റിരിക്കും. നിന്റെ കുടുംബത്തോടെ നീ നശിക്കുമോ. ചേച്ചി എന്നെക്കെതിരെ പൂജയല്ലേ ചേച്ചി, ഒരു പാവപ്പെട്ടവനാണ് ചേച്ചി. ഇന്നത്തെ പൂജയിൽ എന്നെ ഉൾപ്പെടുത്തരുത്. ഞാൻ വെറുതെ ഈ ഒരു വോയിസ് എടുത്തിട്ടെന്നേ ഉള്ളൂ. ചാത്തൻ സേവയാണ്, ചേച്ചിയെ പേടിച്ചിരുന്നു. ചേച്ചി കൂച്ചു പിന്നെ പ്രാഗി അല്ലാന്നുണ്ടെങ്കിൽ പൂജ ചെയ്ത് നമ്മളെല്ലാം നശിപ്പിക്കുന്നു ചേച്ചി പറയും. എല്ലാവർക്കും ഒരു അവയർനെസ് കൊടുത്താണ്. എന്നെ ചേച്ചി പ്ലീസ്. എന്നെ നിനക്ക് തികച്ചറിയത്തില്ല. ഏറ്റി തരാം ഞാൻ. കണക്കിന് ആണി വെച്ച് തന്നെ അടിച്ചു തരാം. അതായത് നമ്മളൊക്കെ ചെയ്യണ പണി വരും, അതൊക്കെയാണ്. കാണിച്ചു തരാം കേട്ടാ. ആണും പെണ്ണും കേട്ട ഹിജടെ. സർവനാശം ഭവന്തു, സർവനാശം ഭവന്തു, സർവനാശം ഭവന്തു. ചിരിച്ചമ്മയുടെ ഈ ഒരു വോയിസ് കേട്ടപ്പോൾ ഞാൻ ചിരിച്ചിരിച്ച് എന്റെ ഊപ്പാട് വന്ന്. സർവനാശം ഭവന്തു, സർവനാശം ഭവന്തു, എന്റെ കുടുംബം മുടിഞ്ഞു പോകുന്ന പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ മെന്റലുണ്ടാണ് ഇപ്പോഴും ഈ സമൂഹത്ത്. തീർന്നില്ല കേൾക്കാം. ഇപ്പൊ ഞാൻ ചിരിച്ചതാണ് കൊലച്ചിരി. നിന്റെ മരണം അടുത്തെന്നുള്ളതിന്റെ ചിരി. ഞാൻ ഈ കൊലച്ചിരി ചിരിച്ച് പലരെ നോക്കി ഞാൻ ചിരിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ വീട്ടിൽ മരണവും നടന്നിട്ടുണ്ട്. മരണ ദേവതയെന്ന് എനിക്ക് വേറൊരു പേരുണ്ട്. ഇവരാണ് മരണദേവത. ചിരിയുണ്ട് അവിടെ ഉള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിനക്ക് മരണം എടുക്കുമ്പോ എൻ്റെ ഈ ചിരി നിനക്ക് കേക്കാം. ഇന്ന് വൈകുന്നേരത്തെ പൂജയൊന്ന് കഴിഞ്ഞോട്ടെ മോനെ കേട്ടോ. നിനക്ക് ഞാൻ പല രീതിയിൽ ആപ്പ്, നീ പേരും നിന്റെ നാളൊന്നും പറയണ്ട. ഊക്കിന് കൊള്ളിക്കണ മന്ത്രങ്ങളുണ്ട് കേട്ടോ. അയ്യോ, വീട്ടിലെ കുഞ്ഞടക്കം ചാവാൻ പോണേ. കയ്യും കാലും അറ്റിപ്പോയത് പുഴു വെച്ചുന്ന രംഗം ഞാനിങ്ങനെ ഓർത്തു പോവേണ്. അതെ, ഞാൻ കണ്ടില്ലെങ്കിലും ദൈവം കണ്ടോളും. ഞാൻ ചെയ്യണ നിന്റെ അഹങ്കാരം ഞാൻ നിർത്തിത്തരാം കേട്ടോ. പുഴുന്നൊച്ചും നിന്റെ ദേഹം കേട്ടോ. ഇല്ലെങ്കിൽ എൻ്റെ ചാത്തന് ശക്തി ഇല്ലടാ പാട്ടി തായോളി.
എങ്ങനെയുണ്ട്? ഓ, ചാത്തനെ കേട്ട് വലിയ ആളുണ്ടോ? നീ നിന്റെ വഴി, നീ നിന്റെ വഴിയിൽ എന്നെ തകർക്കാൻ നോക്ക്. സത്യം ഉണ്ടെങ്കിൽ നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. ഞാനും ഒന്ന് കാണട്ടെ, നിന്റെ ശക്തിയും എൻ്റെ ശക്തിയും തമ്മിൽ ഏറ്റുമുട്ടണമെന്ന് കാണട്ടെ. ആര് ജയിക്കുമെന്ന് കാണണം. എന്തായാലും പൊന്നുമോന് കിട്ടേണ്ടത് കിട്ടും. ഇന്ന് വൈകുന്നേരത്തെ പൂജയോടെ ഞാൻ നിന്റെ കാര്യം തീർത്തു തരാം. നീ നിന്റെ ദൈവത്തിനോട് എനിക്കുള്ള പണി നീ ചെയ്യും. എൻ്റെ ജാതകവും കാര്യങ്ങളൊക്കെ എൻ്റെ ഇൻ്റർനെറ്റിൽ എവിടെ നിന്ന് വേണമെങ്കിലും കിട്ടും. കാര്യം ഞാൻ അത്ര ഫേമസാണ്. ബിന്ദു ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി കേട്ടോ. പൊന്നുമോനെ അധികം കിടന്ന് മെഴുകല്ലേ. ഒന്നും കൂടെ നടന്നല്ലോ. അപ്പം ശരി, ഗുഡ് ബൈ. അധികം ബുദ്ധിമുട്ടുണ്ട എഴുതി കേട്ടോ. നമുക്ക് മനസ്സിലായി നീ ആരാണെന്ന്. അയ്യോ, കാലൊന്ന് പൊക്കി കിട്ടുമെങ്കിൽ പേടിയായിട്ട് ഇരിക്കാൻ വയ്യ. കാരണം ഇങ്ങനെ ഇരിക്കല്ലേ. അയ്യോ ചേച്ചി, ചാത്തൻ സേവ ബിന്ദു ഹരേ കൃഷ്ണ. എടേ അമ്മേനെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇതുപോലുള്ള മെന്റലുകളും സൈക്കോകൾക്ക് മാത്രമേ ഈ രേണു സുധിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായോ? ഒരു രേണു സുധിയെ ഇവൻ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ലെവള് ഈ തലയ്ക്ക് സുഖമില്ലാത്തവളെന്ന് പറയണ കേട്ടോ. നിന്റെ കുഞ്ഞു മരിക്കും, നിന്റെ വീട്ടിൽ മരണം നടക്കും എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഏതോ സൈക്കോ ആണ്, ഏതോ ഈ പറയുന്ന എന്തോ ഭ്രാന്തളവി അവിടെ ഇരുന്നു കൊണ്ട് വിളിച്ചു പോകുന്നതാണ്. അത് പറയുന്നത് ഇങ്ങനെയാണ്. അവളെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് പൂജ ചെയ്യും, ഞാൻ ഇന്ന് സാത്തൻ സേവ ചെയ്യും, നിന്റെ വീട്ടില് കുട്ടിയടക്കം മരിക്കും എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ളവളാണ് രേണു സുധിയെ സപ്പോർട്ട് ചെയ്യുന്നത്. അത്രയ്ക്ക് ചാത്തൻ സേവ അറിയാമെങ്കിൽ, അത്രയ്ക്ക് ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഇവിടെ എന്തെല്ലാം വിഷയങ്ങൾ നടക്കുന്നു. ഇവിടെ ഭയങ്കര യുദ്ധം നടക്കുന്നു. അവിടെ ഗൾഫില് ആ ബുഷും മറ്റവനൊക്കെ നിന്ന് അതൊന്നും നിർത്തിത്തരാൻ ചാത്തനെ കൊണ്ട് പറ്റുമോ എനിക്കറിയില്ല. എന്റെ പൊന്നി ചേച്ചി, ഞാൻ ഇതൊക്കെ വെറുതെ പറയണേ. എന്റെ പേരിൽ ഇന്ന് രാത്രി കയറി പൂജ ചെയ്തളയല്ലേ. നമ്മള് ആ ഒരു ഭാര്യ ഒരു കുറവായിട്ട് ജീവിക്കുകയാണ്. നിങ്ങളെ പൂജയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ചേച്ചി ചെയ്ത് കളയല്ലേ. ആ പോയ ആദ്യം വല്ല ഭ്രാന്താശുപത്രി കൊണ്ടുപോയി ചികിത്സിക്കുന്നതിന്റെയൊക്കെ തല. മനസ്സിലായ? മെന്റലായി നടക്കിന് ചാസം ദേവ തേങ്ങാക്കൊല. ഈയിടെ എന്നിട്ട് ഒരുമാതിരി പണ്ടത്തെ സിനിമയില്, നസീറിന്റെ സിനിമയില് പ്രേതങ്ങൾ ചിരിക്കുന്ന ചിരിയെ പറിച്ചിട്ടിട്ട് നീ ആരെ വരട്ടാൻ ശ്രമിക്കണത്? നിനക്ക് മെന്റലാണ്. മനസ്സിലായോ? മാനസിക രോഗമാണ് നിനക്കുള്ളത്. അത് ആദ്യം ചികിത്സയില് കേട്ടോ. ഈ കിടന്ന് ഓരോരുത്തരെ കിടന്ന് ഫേക്ക് ആയിട്ടുള്ള ലിങ്ക് അയച്ചു കൊടുത്ത് നീ ചെക്ക് ചെയ്ത് നീ ക്ലിക്ക് ചെയ്യുന്നാണ് പറയുന്നത്. ഇതാണ് വിഷയം. ഇതല്ല, ഒരുപാട് വോയിസ് പലരും ഇവരുടെ പല വോയിസുകളും ഇട്ട് തരുന്നുണ്ട്. അവിടെ എല്ലാവരിടത്തും ഇവർ ഈ രീതിയിലുള്ള സംഭവമാണ്. ആദ്യം ഒന്ന് സൗമ്യമായി സംസാരിക്കും, പിന്നെ ഈ പറഞ്ഞതുപോലെ എന്താണ്, പിന്നീട് അങ്ങോട്ട് ത്രെട്ടനിങ് തുടങ്ങും, പിന്നെ ചാത്തൻ. കാരണം ഈ ഒരു നോർമലായിട്ടുള്ള ഒരു വ്യക്തിക്ക് അവർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ, ഈ കൊലച്ചിരിയൊക്കെ കേൾക്കുമ്പോൾ അവര് പേടിച്ചു പോകും. സത്യം പറഞ്ഞാൽ അവര് പേടിച്ചു പോകും. കണ്ടേ ഇതെന്തോന്ന്, ഇതെന്ന് വെച്ചാൽ ഈ സിനിമകൾ കണ്ട് സിനിമയാണ് സത്യം എന്ന് വിചാരിച്ചിരിക്കുന്ന കുറച്ചുപേരുണ്ട്. അവര് പേടിച്ചു പോകും. അതാണ് ഇവർ മുതലെടുക്കുന്നത് എന്നുള്ളത്. ഇതുപോലെ ആരെയൊക്കെ പറ്റിച്ച് ആരെയൊക്കെ പൈസ വാങ്ങിച്ചിട്ടൊന്നും ഒരു പിടുത്തവും ഇല്ല. ചേച്ചിക്ക് ഇതാണ് പരിപാടി. ചേച്ചി ഒരു കാര്യം ചെയ്യും, ഇന്ന് എല്ലാവരും കൂടി നമ്മളെ ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന കുറെ യൂട്യൂബേഴ്സ് ഉണ്ട്. ആ മാത്രം ആക്കണേത്തിന് അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന യൂട്യൂബേഴ്സിനെ എല്ലാവരെയും എടുക്കുക. അവർക്ക് ആരൊക്കെയാണ് കമന്റ് ഇടുന്നത്, അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കമന്റ് ഇടുന്നവരെ എല്ലാവരും എടുത്ത് ഇന്ന് രാത്രി തൊട്ട് ചേച്ചി ഒരു വൻ പൂജ അങ്ങ് ചെയ്യും. വൻ പൂജ ചെയ്തിട്ട് സാത്തനെ പറഞ്ഞു വിടും. അവരെല്ലാരെയും കൊല്ലാൻ, അവരുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും കൊല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിടും. അതോടുകൂടി ചേച്ചി പിന്നെ സേഫ് ആവില്ല. ഒരൊറ്റ മനുഷ്യർ കാണത്തില്ല ഈ പറയുന്ന രേണു സുധീനെ കുറ്റം പറയുന്ന ആരെങ്കിലും. പക്ഷെ അങ്ങനെയാണെങ്കിൽ കേരളം മൊത്തം നശിക്കേണ്ടതായിട്ട് വരും. ഒന്നും അവിടെയാണ് വിഷയം. കേരളം മൊത്തം ചിലപ്പോൾ ചാത്തന് ചിലപ്പോൾ അത് പറ്റൂലെന്ന് വരും. ഇത് ചാത്തൻ കേൾക്കണ്ട, അവിടെ തിരിച്ചടിച്ചു എന്ന് വരും. മനസ്സിലായോ? ചാത്തന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഫേക്കായിട്ടുള്ള സംഭവം പതച്ചടയ്ക്കാൻ എടുക്കും. ചാത്തൻ തിരിച്ചു തരും. തിരിഞ്ഞു കൊത്തുന്ന ചാത്തന്മാരുണ്ട്. മനസ്സിലായോ? അവർ തിരിഞ്ഞു കിട്ടും. ചിലപ്പോൾ അണ്ണാക്കി ഇരിക്കും എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ. ഈ ഒരു വോയിസ് കേട്ട് ഞാൻ കുറെ ചിരിച്ചു. ഞാൻ ചിരിച്ച് അവര് ചിരി, ഇതാണ് കൊലച്ചിരി. ഇതാണ് കൊലച്ചിരി. നിന്റെ കുടുംബം നശിക്കും, നീ പുഴുവരിച്ച് ചാവും.
ഇത് പെട്ടെന്ന് നമുക്ക് ഓർമ്മ ലക്ഷ്മിപ്രിയ നമ്മുടെ നീന കുറുപ്പിനെ വിളിച്ച തെറികളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എന്തൊക്കെ കേൾക്കണം, എന്തൊക്കെ വോയിസുകൾ കേട്ട ഒരു ദിവസം നമുക്ക് അങ്ങോട്ട് കഴിഞ്ഞു പോകും. ബിന്ദു ചേച്ചി പ്ലീസ് ഡോണ്ട് എന്നെ അതിൽ ഉൾപ്പെടുത്തരുത് പ്ലീസ്. നിങ്ങളുടെ ആ ഒരു ദൈവിക സിദ്ധി നാലാൾ അറിയട്ടെ എന്ന് പറഞ്ഞ് മാത്രമാണ് ഞാൻ ഈ വീട്ടത്. വേണ ചാത്തിന് പണി ഉണ്ടാക്കി കൊടുക്കല്ലേ, നമ്മളൊരു പാവപ്പെട്ടവരാണ്, നമ്മളെ പേരൊന്നും എടുത്തിടല്ലേ ബിന്ദു ചേച്ചി, നമുക്ക് എടുക്കണം ചെയ്യുന്നു.